അതിനുശേഷം അദ്ദേഹം അത്താഴവുമായി ബന്ധപ്പെട്ട സുന്നത്താണ് കൊടുക്കുന്നത്. വഖാല തസഹറു ഫഇന്ന ഫിസ് സഹൂരി ബറക മുത്തഫഖുൻ അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസഹറു, നിങ്ങൾ അത്താഴം കഴിക്കുവീൻ, ഫഇന്ന ഫിസ് സഹൂരി ബറക, തീർച്ചയായും അത്താഴത്തിൽ എന്തുണ്ട്? ബറക്കത്തുണ്ട്. അത്താഴ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. അത്താഴം സഹോദരങ്ങളെ, അത് കഴിക്കുന്നതിൽ വലിയ ബറക്കത്തുണ്ട് എന്നാണ്. അത് ഏത് നിലക്കാണ് ബറക്കത്ത് കിട്ടുക? അല്ലാഹു ആലം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അറിയുക. ഒരു ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അതിന്റെ പോഷണങ്ങളായിരിക്കാം, ഒരു ചിലപ്പോൾ നമ്മുടെ ശാരീരികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ഖുവ്വത്തിലായിരിക്കാം. അതുകൊണ്ട് കിട്ടേണ്ട ഏറ്റവും നല്ല ഉപകാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നൽകും. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിക്കുക എന്നുള്ളതാണ്. അതിൽ തന്നെ സഹോദരങ്ങളെ വീണ്ടും രണ്ട് സുന്നത്തുകൾ കാണാൻ സാധിക്കും. ഒന്ന്, അത് വൈകിപ്പിക്കുക എന്നുള്ളതാണ്. ആ അത്താഴം തന്നെ ഒരാൾക്ക് നേരത്തെ കഴിക്കാം, അത് അത്താഴമായി പരിഗണിക്കും. ഒരാൾ അർദ്ധരാത്രിക്ക് ശേഷം എപ്പം കഴിച്ചാലും അത് അത്താഴം തന്നെയാണ്. പക്ഷേ അതിലേറ്റവും സുന്നത്ത് എന്താണ്? അത് ഫജ്റിന് തൊട്ട് മുമ്പുള്ള സമയത്ത് അത് കഴിക്കുക എന്നുള്ളതാണ് അതിലേറ്റവും സുന്നത്ത്. അത് ഒരു ഈത്തപ്പഴം കഴിക്കുകയാണ് എങ്കിൽ അത് സുന്നത്താണ്. ഈത്തപ്പഴം കഴിക്കുക എന്നുള്ളത് സഹോദരങ്ങൾ അത് സുന്നത്താണ്. എന്നൊരാൾക്ക് മറ്റു ഭക്ഷണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, അവനൊരു കവിള് വെള്ളം കൊണ്ടെങ്കിലും അല്ല ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെങ്കിലും അവൻ അതിന്റെ അത്താഴമായി സ്വീകരിക്കട്ടെ. ആ ബറക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ ആ സമയത്തിന് വലിയ പ്രത്യേകതയുണ്ട്. ആ സമയത്ത് ഉള്ള ആളുകൾക്ക് വേണ്ടി, അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലായിക്കത്തുകൾ ദുആ ചെയ്യും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതുപോലെ ആ സമയത്ത് തന്നെ മുഅ്മിനീങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യേണ്ട സമയമാണ്. രാത്രി നിസ്കാരം ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ആ സമയത്ത്, ഫജ്റിന് മുമ്പുള്ള സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകുന്ന സമയമാണ്. ഒരുപാട് ഖൈറുകൾ ഒരുമിക്കുന്ന ഒരു സമയമാണ് ഫജ്റിന് മുമ്പുള്ള സമയം. അതുകൊണ്ട് ഈ സമയത്ത് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേറ്റാൽ ഈ പറയുന്ന എല്ലാ സുന്നത്തുകളും ബറക്കത്തുകളും ഖൈറുകളും ഒരാൾക്ക് ലഭിക്കും. എന്നാൽ ചിലരത് വളരെ അലംഭാവം കാണിക്കുന്നവരാണ്. അവർ രാത്രി വൈകി ഉറങ്ങും, 12 മണിക്ക് 1 മണിക്കൊക്കെ ഉറങ്ങും, അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കും. പിന്നീട് അതിൽ അബദ്ധമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫജ്റൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും എണീക്കാം, അല്ലെ? അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. റമദാൻ മാസമായിട്ട് പോലും എന്ത് ചെയ്യില്ല, പുരുഷന്മാരായ ആളുകൾ മസ്ജിദിലേക്ക് പോകാതെ അങ്ങനെ ജമാഅത്ത് നഷ്ടപ്പെടുത്തും. നോമ്പെടുക്കുന്നുണ്ട്, പക്ഷേ നിസ്കാരമൊക്കെ ചിലപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടൊക്കെ ആയിരിക്കും. വലിയ അപകടമാണ് സഹോദരങ്ങളെ, ഗുരുതരമായ വൻ പാപമാണ് ആ ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. മറിച്ച് താഴെ സമയത്ത് എഴുന്നേറ്റാൽ സുന്നത്താണ്, നിർബന്ധമാണെന്ന് പറയുന്നില്ല. ഒരാൾ ഫജ്റിന് ശേഷം എഴുന്നേറ്റാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിസ്കാരം നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ജമാഅത്ത് നഷ്ടപ്പെടുത്തുക എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സമയത്ത് എഴുന്നേറ്റാൽ ഈ പറയുന്ന എല്ലാ ഖൈറുകളും സഹോദരങ്ങളെ ലഭിക്കുന്നതാണ്.